നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിനോട് ചെയ്തത് അങ്ങേയറ്റത്തെ ക്രൂരതയല്ലേ? അറിയപ്പെടുന്ന ഒരു വ്യവസായി, സാമൂഹ്യ പ്രവർത്തകൻ, തൻ്റെ സമ്പത്തെടുത്ത് പാവങ്ങൾക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്ന നല്ല മനുഷ്യൻ. അങ്ങനെ ഒരാൾ നിസ്സാരമായ ഒരു കുറ്റകൃത്യത്തിന് പിടിച്ച് ജയിലിൽ അടയ്ക്കാമോ? ഒന്നുമല്ലെങ്കിൽ അദ്ദേഹം ഒരു തമാശ പറഞ്ഞതല്ലേ? ഇത്തരത്തിൽ ഒരു എക്കോസിസ്റ്റം ചിലർ ബോധപൂർവം സൃഷ്ടിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആയിരക്കണക്കിന് ജീവനക്കാരും ഏജന്റുമാരുമൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നു: ബോബി ചെമ്മണ്ണൂരിനോട് ചെയ്തത് അങ്ങേയറ്റം മോശമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. അനാവശ്യമായി മറുനാടൻ്റെ പേരുകൂടി വലിച്ചിഴച്ചുകൊണ്ട് ഫാത്തിമ നസ്രിയ എന്ന ഒരു മുസ്ലിം ലീഗ് വനിതാ പ്രവർത്തക ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റും അതിനുള്ള മറുപടിയും അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ നൽകുന്നുണ്ട്. എന്നാൽ ആ പോസ്റ്റിനിടയിൽ അവർ പിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് ഇങ്ങനെയാണ്: ബോച്ചയ്ക്ക് എന്തു പറ്റി? എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അദ്ദേഹം ഇത്രയധികം ക്രൂശിക്കപ്പെടാൻ മാത്രം ചെയ്ത കൊടും പാതകം എന്താണ്? ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കേണ്ട ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയ്ക്ക് വല്ലതും പിഴച്ചോ? അതോ പിഴച്ചത് അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാവാത്ത നമുക്കോ? കൈവച്ച ബിസിനസ് രംഗങ്ങളിലെല്ലാം കാട്ടുതീ പോലെ കത്തിക്കയറുമ്പോൾ വീണ്ടും വീണ്ടും അയാൾ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കരുതിക്കൂട്ടി നടത്തുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണോ? അതിനെ പറ്റിയ ഇരകൾ തേടി മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന നാടകമാണോ? ഒരു കാര്യം ഉറപ്പാണ്: അദ്ദേഹം ഇന്ന് ചിലരുടെ കണ്ണിലെ കരടാണ്. കുറേ പേരുടെ ശത്രുതയുമുണ്ട്. അത് ബിസിനസ് ലോകത്തിൻ്റെ വകയായും ശത്രുതയ്ക്ക് വഴി തുറക്കാം. അല്ലെങ്കിൽ അദ്ദേഹം തെരുവിൽ കിടന്ന സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നത് കൊണ്ടും ചിലർക്ക് രസിച്ച് കാണില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ്: അദ്ദേഹം ആയിരക്കണക്കിന് അശരണരുടെ കുടുംബം പോറ്റുന്ന ഒരു പണക്കാരനായ സാധാരണക്കാരനാണ്. ഒരുപക്ഷെ 4 നാൾ കഴിഞ്ഞാൽ അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വീണ്ടും 1000 കുതിരശക്തിയോടെ പറന്നുയരും. അയാൾക്ക് വേണ്ടി 10,000ങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. അയാൾ മനസ്സാ അറിഞ്ഞുകൊണ്ട് ഇന്ന് നേരിടുന്ന ഈ ആരോപണങ്ങളിൽ നിരപരാധിയാണെങ്കിൽ. സമാനമായ ചെറിയ ചില പോസ്റ്റുകൾ കൂടി ഞാൻ ബോച്ചെ എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് വായിച്ചു കേൾപ്പിക്കാം. സത്യത്തിൽ ബോബി ചെമ്മണ്ണൂർ വളരുകയായിരുന്നു എന്ന് വ്യക്തം. വളർന്നതൊക്കെയും ജനമനസ്സുകളിലും ജനഹൃദയങ്ങളിലും സമൂഹത്തിനും തന്നെയായിരുന്നു. തളർന്ന മനസ്സുകൾക്കും തകരുന്ന ജീവിതത്തിനും താങ്ങും തണലും ആവുക അത് നന്മയുള്ളവർക്കും നിഷ്കളങ്ക ഹൃദയമുള്ളവർക്കും മാത്രമേ കഴിയൂ. ബോച്ചയുടെ വളർച്ചയ്ക്ക് തടയിടേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. ബോച്ച ഒരു വെല്ലുവിളിയാകുമെന്ന് ചിലർ ഭയന്നിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവർ അത് മുതലെടുത്തു. അത്രമാത്രം. അന്നും ഇന്നും ജനപിന്തുണ ബോച്ചയ്ക്ക് തന്നെ. ഒരു ദിനേശ് പ്രഭാകരനാണ് കുറിപ്പെഴുതിയത്: ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ല. തുറന്ന മനസ്സോടെ തമാശ കലർത്തി സംസാരിക്കുന്നവരിൽ കളങ്കമുണ്ടാവില്ല. പക്ഷെ അവരുടെ വാക്കുകൾ ചിലപ്പോൾ വളച്ചൊടിക്കപ്പെട്ടേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയും. അന്തിമമായി സത്യവും നീതിയും അവർക്കായിരിക്കും. ഇഫ്തിക്കാർ മൂക്കൻ വള്ളുവമ്പ്രം എഴുതുന്നു: ബോബി ചെമ്മണ്ണൂരിൻ്റെ കുന്തി ദേവി തമാശയ്ക്ക് ഇത്ര വലിയ കോളിളക്കം ഉണ്ടാക്കേണ്ടതുണ്ടോ? ഒരുപാട് ചാരിറ്റികളും പാവപ്പെട്ടവർക്ക് ജീവിതമാർഗവും ഉണ്ടാക്കുന്ന ബോബിയേക്കാളും വെച്ചുകെട്ടിയ ശരീരം പ്രദർശിപ്പിക്കുകയും അത് വിറ്റ് നടക്കുന്ന നാടിനൊരു ഗുണവുമില്ലാത്ത ഒരുത്തിക്കാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? പല കേസുകളിലുള്ള പ്രതികളും നാട്ടിൽ വിലസുമ്പോൾ ഒരു തമാശ പറഞ്ഞ ബോബിയെ അറസ്റ്റ് ചെയ്തതാണോ ഗവൺമെൻറ് വിജയമായി എൻ്റെ പാർട്ടി സഹപ്രവർത്തകർ കാണുന്നത്? പുച്ഛം മാത്രം ബോബി ചെമ്മണ്ണൂരിനൊപ്പം. മറ്റൊന്നുകൂടി, പുരുഷാവകാശ കമ്മീഷൻ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടാപ്പുള്ളിയോ തീവ്രവാദിയോ ഒന്നുമല്ല. ഇങ്ങനെ പതിയിരുന്ന് പിടിക്കാൻ അയാൾ പാവപ്പെട്ടവർക്കായി കോടികൾ സഹായമായി നൽകുന്ന മനുഷ്യനാണ്. കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഞരമ്പ് രോഗികളാണ് പരാതി കൊടുത്ത ഇവൾക്ക് മുന്നിലെ ജനക്കൂട്ടം. സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി ഘടന മാർക്കറ്റ് ചെയ്യാൻ ഒരു ട്രോളർക്കെതിരെ കേസുമായി പോകുന്നത് തികഞ്ഞ അല്പത്തമാണ്. ബോച്ചെ നടത്തുന്ന ദയോത്ത പ്രയോഗം പോലെ അശ്ലീലമാണ് ഹണി റോസ് നഗ്നത ഹൈലൈറ്റ് ചെയ്ത് പബ്ലിക്കിന് മുമ്പിൽ വരുന്നത്. ഇവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന എരപ്പന്മാരുടെ ഷോപ്പിൽ കയറിയില്ലായെന്ന് പുരുഷന്മാർ തീരുമാനമെടുത്താൽ പിന്നെ അശ്ലീല കോലാഹലങ്ങൾ കേരളത്തിൽ സഹിക്കേണ്ടി വരില്ല. ഇങ്ങനെ പോകുന്നു ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി സഹതാപം ഉയർത്താൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണം അനേകമുണ്ട്. ആദ്യം കണ്ടത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ 2 വാദങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഒരു തമാശ പറഞ്ഞത് അത്രയേറെ ഗൗരവമുള്ള കുറ്റകൃത്യമാണോ? കുന്തി ദേവിയോട് ഉപമിച്ചത് അത്രമാത്രം കുഴപ്പമുള്ള ഒരു വിഷയമാണോ? കൊലപാതകികളും ബലാത്സംഗികളും കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെ നാട്ടിൽ ധാരാളമുള്ളപ്പോൾ ഒരാൾ ഒരു തമാശ പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ ജയിലിലടച്ചത് ഉചിതമാണോ? 2, ബോബി ചെമ്മണ്ണൂരിനെ പോലെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ, ചാരിറ്റി ചെയ്യുന്നൊരു മനുഷ്യൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു മനുഷ്യൻ, അയാൾ അർഹിക്കുന്നുണ്ടോ ജയിൽവാസം? ഈ 2 ചോദ്യങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം നൽകാം.
ബോബി ചെമ്മണ്ണൂർ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു, സത്യസന്ധനായ കോടീശ്വരനായ നല്ല മനുഷ്യനാണ് എന്നത് മാധ്യമങ്ങൾ ബോധപൂർവം പണം വാങ്ങി ഉണ്ടാക്കിയെടുത്ത ഒരു നുണക്കഥയാണ്. ബോബി ചെമ്മണ്ണൂർ യഥാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്. കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവർ ചില നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. അതിൻ്റെ തെളിവുകൾ കിട്ടുമ്പോൾ നമ്മൾ വാർത്ത കൊടുക്കാറുണ്ട്. മറ്റുള്ളവർ പരസ്യം കിട്ടുന്നത് കൊണ്ട് അതും കൊടുക്കാറില്ല. എന്നാൽ അങ്ങനെയല്ല ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിസിനസ് മോഡൽ തന്നെ തട്ടിപ്പാണ്. ആ ബോബി ചെമ്മണ്ണൂരിനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അൽ മുക്താദിർ വന്നതും അവർ തുടക്കത്തിൽ തന്നെ പൊളിയുന്ന ലക്ഷണം കാണിക്കുന്നതും. ബോബി ചെമ്മണ്ണൂർ കോടീശ്വരനായ ഒരു കോമാളിയാണ്, അതങ്ങ് ക്ഷമിച്ചേക്കണം. ആ കോമാളിത്തത്തിൻ്റെ ഭാഗമാണ് ഈ തമാശകൾ എന്നത് അയാൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ്. യഥാർത്ഥത്തിൽ ഇയാളുടെ തട്ടിപ്പുകൾ മറച്ചു വയ്ക്കാൻ, അയാൾ മഹാനാണ് എന്ന് വരുത്തി തീർത്ത് നാട്ടുകാരുടെ പോക്കറ്റിലെ പണം ആകർഷിക്കാൻ ചെയ്തു കൂട്ടുന്ന പണിയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും വിശദമായി പഠിച്ച ഒരാളാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കച്ചവടം, ആ സ്വർണ്ണ കച്ചവടം ഒന്നും ലാഭത്തിലല്ല. ആ സ്വർണ്ണക്കടകളിൽ ഭൂരിഭാഗവും അയാളുടെ പേരിലല്ല. അയാൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതിയും കയ്യടി നേടി സമ്പന്നനാണ്, മഹാനാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലാതെ അയാൾ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഈ പ്രചാരണത്തിൽ വീണ് ഇതിലൊക്കെ പോയി തലവെച്ച മനുഷ്യർ പണം നഷ്ടപ്പെട്ട് കൈകാലിട്ടടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിസന്ധിയെ നേരിടുന്നത് ഫിജി കാർട്ടാണ്. ഒരു സ്ഥാപനവും ലാഭത്തിലല്ല. അതുകൊണ്ട് തന്നെ അയാൾ കോടീശ്വരനാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇയാളുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം: ഇയാൾ സമ്പന്നനാണ്, കോടീശ്വരനാണ്, മഹാനാണ് എന്ന് വരുത്തി തീർത്ത് നാട്ടുകാരുടെ ഇടയിൽ വിശ്വാസ്യത ഉണ്ടാക്കി സ്വർണ്ണക്കടകളിലും ക്രെഡിറ്റ് സൊസൈറ്റിയിലുമൊക്കെ ഇരിക്കുന്ന ഏജന്റുമാരെ കൊണ്ട് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം നിക്ഷേപമായി സ്വീകരിക്കുന്നതിൽ മാത്രം. നിക്ഷേപത്തിന് അയാൾ പലിശ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പലിശ കൊടുക്കുന്നത് ആ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് കിട്ടുന്ന ലാഭത്തിൻ്റെ ഭാഗമായി അല്ല, നേരെ മറിച്ച് മണി ചെയിൻ മോഡലിൽ വേറൊരാളിൽ നിന്നും പണം വാങ്ങി കൊടുക്കുന്നതാണ്. ഇയാളുടെ ഓരോ കച്ചവടത്തിൻ്റെയും തട്ടിപ്പുകളും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളും ഞാൻ വിശദമായി തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചാരിറ്റി പലപ്പോഴും തട്ടിപ്പാണ്. ഇയാൾ പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പടം അയാളോടൊപ്പം കാണിക്കാറുണ്ട്. നന്മമരം എന്ന നിലയിൽ ഒരു വൃദ്ധനെ എടുത്ത് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ അഭിനയമാണ്. അതിനുവേണ്ടി തുടങ്ങിയ കോഴിക്കോട് അനാഥാലയം പൂട്ടിപ്പോയി. അത് ഏറ്റെടുത്ത് നടത്താൻ വന്നയാൾ ഇപ്പോൾ ചക്രശ്വാസം വലിക്കാൻ എന്നെ ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഇയാൾ പടമെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒപ്പിക്കുന്നതാണ്. ഇയാൾക്ക് പേരെടുക്കുക, ആ പേരിലൂടെ മറ്റുള്ളവരുടെ പണം കൈപ്പറ്റുക എന്നതല്ലാതെ ഒരു ലക്ഷ്യവുമില്ല. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ ഒരു സത്യസന്ധനായ ചാരിറ്റി ചെയ്യുന്ന പാവങ്ങളുടെ കണ്ണീരൊപ്പം ഒരു മനുഷ്യനാണ് എന്നത് വെറും ഒരു കള്ളക്കഥ മാത്രമാണ്. സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാൻ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നോമ്പ് കാലത്ത് വലിയ തോതിൽ സാമ്പത്തിക പ്രവാഹം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കൃത്യം പറ്റിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കി യാചന യാത്ര എന്ന പേരിൽ രംഗത്തിറങ്ങിയാണ് അയാൾ ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ നേടിയത്. ആ യാത്രയിൽ അയാൾ എത്ര രൂപ ശേഖരിച്ചു എന്ന് ചോദിക്കുക, ഒന്നും ശേഖരിച്ചിട്ടില്ല. അയാൾ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര രൂപ ശേഖരിച്ചു? ഇതൊക്കെ പബ്ലിക് റിലേഷന് വേണ്ടി, ജനവിശ്വാസം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്യുന്ന പരിപാടികൾ മാത്രമാണ്. ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഒരു നന്മമരമാണ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ തെറ്റായ കാര്യം. കാരണം ബോബി ചെമ്മണ്ണൂർ ഒരു സാമൂഹ്യ വിപത്താണ്. ഇയാൾ ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്തയാളാണ്. അയാൾ ഒരു കച്ചവടക്കാരനോ ബിസിനസ്സുകാരനോ വ്യാപാരിയോ അല്ല. അയാൾ സുരക്ഷിതമായാണ് ഈ അഭ്യാസമെല്ലാം കാട്ടുന്നത്. കാരണം അയാൾ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ പ്രത്യേകം റോയൽറ്റി വാങ്ങിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അയാൾക്കൊന്നും പറ്റില്ല. പണം നഷ്ടപ്പെടുന്നത് പണം നിക്ഷേപിച്ചവർക്ക് മാത്രമാണ്. അനേകം നാളുകളായി ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. രണ്ടാമത്തേത്, ഇയാളെ ജയിലിൽ അടയ്ക്കാനും ജാമ്യം നിഷേധിക്കാനും മാത്രം. ഇയാൾ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബലാത്സംഗമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത പലരും ഇവിടെയുണ്ടല്ലോ. മാത്രമല്ല CPI നേതാക്കൾ അടക്കമുള്ളവർ ഇതിനേക്കാൾ മോശം അഭിപ്രായം പറഞ്ഞിട്ടും അവരൊന്നും ജയിലിലാവാതെ ബോബി ചെമ്മണ്ണൂരിനെ മാത്രം ജയിലിൽ അടച്ചത് ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നതാണ്. അതിൽ കുറച്ച് ശരിയുണ്ട്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. JS അടൂർ അതേക്കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇരട്ടത്താപ്പ് കേരളം. സ്ഥിരം സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉപയോഗിക്കുന്നവർ രാഷ്ട്രീയത്തിലും സിനിമ ഡയലോഗിലുമുണ്ട്. ഇത് MM മണി പറഞ്ഞാൽ അതിന് നാട്ടുഭാഷ എന്ന് പറഞ്ഞ് ന്യായീകരിക്കും. ഒരു വനിതാ വിദ്യാർത്ഥി നേതാവിനെ ജാതി ചേർത്ത് വിളിച്ച് ശുദ്ധ സ്ത്രീവിരുദ്ധ ആഭാസം പറഞ്ഞത് SFI പ്രസിഡന്റായിരുന്ന ആർഷോയാണ്. അവർ പരാതി കൊടുത്തിട്ട് വർഷങ്ങളായി, ഒന്നും സംഭവിച്ചില്ല. കാരണം പരാതി കൊടുത്ത AISF നേതാവായിരുന്നു ഒരു ദളിത് വിദ്യാർത്ഥി നേതാവ്, ആർഷോ പോലീസ് മന്ത്രിയുടെ പ്രിയങ്കരൻ. ഭരണ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് ദ്വയാർത്ഥ സ്ത്രീവിരുദ്ധ പ്രയോഗം പറഞ്ഞു. അത് കഴിഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഒരു മുഖ്യമന്ത്രി വിദേശത്ത് ബലാത്സംഗം എന്നത് ചായ കുടിക്കുന്നത് പോലെയുള്ളതെന്ന് പറഞ്ഞ ബലാത്സംഗത്തെ
ട്രിവിലൈസ് ചെയ്തത് ചിലർക്കെങ്കിലും ഓർമ്മ കാണും. പൂച്ചക്കുട്ടി എന്ന ഫോൺ സംഭാഷണം ഓർമ്മ കാണും. ഒരു ഭരണ പാർട്ടി സിനിമ MLA ഫോണിൽ കൂടി വിളിച്ചതും അല്ലാതെ വിളിച്ചതും ഒന്നും വാർത്ത പോലുമല്ല. സ്ത്രീപീഡനം നടത്തിയ പലരും അധികാരത്തിൻ്റെ അകത്തളങ്ങളിലുണ്ട്. എന്തായാലും ബോച്ചയെ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലും സ്ത്രീവിരുദ്ധ വഷളത്തരവും ആഭാസത്തരവും സോഷ്യൽ മീഡിയയിൽ പറയുന്നവർക്ക് ഇവിടെ വല്ലപ്പോഴുമെങ്കിലും ഒരു നിയമവ്യവസ്ഥയുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്ന സ്ത്രീവിരുദ്ധതയും ആഭാസവും പറയുന്ന ഒരുപാട് പേർക്ക് ബോച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ഭരണ പാർട്ടി ആളാണെങ്കിൽ പോലീസ് അനങ്ങില്ല, കേസില്ല, സംഗതി ക്ലീൻ. ഇരട്ടത്താപ്പ് നീതി സ്ത്രീവിരുദ്ധതയ്ക്ക് കൊടുക്കുന്ന അധികാര പ്രോത്സാഹനമാണ് എന്നതാണ് ഇരട്ടത്താപ്പ് നീതി നിർവഹണത്തിന്റെ അപകടം. അൻവർ MLA ഭരണകക്ഷിക്കൊപ്പം നിൽക്കുമ്പോൾ ഒരു നിയമലംഘനങ്ങളോ ഗോവിളികളോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ അധികാരത്തിന് അപ്പുറത്താകുമ്പോൾ പോലീസ് വീട് ചുറ്റി അറസ്റ്റ് ചെയ്യും. അധികാര പാർട്ടി കിങ്കരന്മാരാൽ പെരിയ കൊലപാതകത്തിൽ അവരെ രക്ഷിക്കാൻ വലിയ ഫീസുള്ള വക്കീലന്മാർക്ക് ചെലവാക്കിയ കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് കൊലപാതക പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുകയും ഒരു പ്രശ്നവുമില്ല. പ്രശ്നം ഈ ഇരട്ടത്താപ്പ് കാപട്യമാണ്. ചുരുളി സിനിമയിൽ പച്ചത്തറികൾ സർഗാത്മകം, ആർക്കും ഒരു പ്രശ്നവുമില്ല. മിക്കവാറും സിനിമയിൽ നമ്മൾ പുരുഷ കേസരികൾ, സൂപ്പർ സ്റ്റാറുകൾ തനി സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയുമ്പോൾ തിയേറ്റർ കൈയടിക്കുന്ന മലയാളിയിൽ ഒരു ഗണ്യവിഭാഗം ഇരട്ടത്താപ്പ് ഹിപ്പോക്രസി ഉള്ളിൽ പേറുന്നവരാണ് എന്ന് ഇടയ്ക്കിടെ ഓർക്കുക. ജയസ് അടൂരിൻ്റെ പോസ്റ്റിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് നിയമപരമാണ്, ന്യായമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനോട് കാട്ടിയ ഈ നീതിബോധം എന്തുകൊണ്ട് ആർഷോയോടോ വിജയരാഘവനോടോ അല്ലെങ്കിൽ MM മണിയോടോ കാട്ടുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അത് പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ചയാണ്, സർക്കാരിൻ്റെ ഭാഗത്തെ വീഴ്ചയാണ്. അതിന് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ മേൽ എന്തു കുറ്റമാണോ ചുമത്തുന്നത്, ആ ചുമത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ സമീപിക്കുന്നത്. ആർഷോയുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടോ MM മണിയുടെയും വിജയരാഘവൻ്റെയും പ്രസംഗം യൂട്യൂബിൽ കണ്ടിട്ടോ കേസെടുക്കാൻ കോടതികൾക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ കാട്ടിയത് തെറ്റ് തന്നെയാണ്. അത് പലരും പറയുന്നത് ഒരു കുന്തി ദേവി പരാമർശം മാത്രമല്ല, പുരാണത്തിലെ ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് കുഴപ്പമെന്ന് ചോദിക്കുന്ന പോലെ അല്ല. അയാൾ തുടർച്ചയായി സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, കുഞ്ഞു കുട്ടികളെയും വൃദ്ധരെയും പോലും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗവും അശ്ലീല സംഭാഷണവും അയാൾ ആനന്ദത്തിന് മാർഗമായി ഉപയോഗിക്കുന്നു. അത് സ്ത്രീകളെ പൊതുവെ അധിക്ഷേപിക്കുന്നതിനും മറ്റുള്ളവർക്ക് അധിക്ഷേപിക്കാൻ പ്രോത്സാഹനം നൽകുന്നതിനുമുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തതും 1-2 ദിവസമെങ്കിലും ജയിലിൽ അടച്ചതും ഉചിതം തന്നെ. പക്ഷേ കൊലപാതകികളും ബലാത്സംഗികളും തീവെട്ടിക്കൊള്ളക്കാരുമൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് അനിശ്ചിതമായി ജയിലിൽ അടയ്ക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ചൊവ്വാഴ്ച ജാമ്യം കിട്ടുന്നതാണ് ഉചിതം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ബോബി ചെമ്മണ്ണൂരിന് ഒരു പാഠം ആവശ്യമായിരുന്നു, ആ പാഠം കിട്ടി. അതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തിയുടെ പേരിൽ അയാൾ നിരന്തരം ജയിലിൽ കിടക്കേണ്ട ആളല്ല. ഈ തെറ്റ് തിരുത്താൻ ഇനി ദ്വയാർത്ഥ പ്രയോഗം ഒഴിവാക്കാൻ ഈ ശിക്ഷ മതിയാവും. അയാളെ ശിക്ഷിക്കേണ്ടതും ജയിലിൽ കിടക്കേണ്ടതും അയാൾ നടത്തുന്ന തട്ടിപ്പിൻ്റെ പേരിലാണ്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ധൈര്യപൂർവ്വം തട്ടിപ്പിനിരയായവർ രംഗത്ത് വരുമെന്നും വിശ്വസിക്കുക അനേകം പേരുണ്ട്. അവർക്കൊക്കെ ഭയമാണ്. അയാളുടെ സ്വാധീനം, അയാളുടെ പണം, അയാൾക്കെതിരെ പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കാത്ത രീതി, ഇതൊക്കെ കൊണ്ടാണ് ഇരകൾ രംഗത്ത് വരാതിരുന്നത്. ഇനി അവർ രംഗത്ത് വരും. അനേകം പേർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ രംഗത്ത് വരുന്ന കാലം വരാൻ പോകും. പക്ഷേ ഈ കേസിൽ അയാൾ ഇതിലധികം ജയിലിൽ കിടക്കേണ്ടതോ ശിക്ഷ അനുഭവിക്കേണ്ടതോ ഇല്ല. അപ്പോൾ ചോദിക്കും, കോടതിക്ക് പിഴച്ചില്ലേ? ഒരിക്കലും പിഴച്ചിട്ടില്ല. കാരണം ഒരാളെ ഒരു കുറ്റം ചുമത്തി റിമാൻഡ് റിപ്പോർട്ടുമായി കോടതിയിൽ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റിനെ ആ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റമനുസരിച്ച് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ട ആളാണോ അല്ലയോ എന്ന് നിശ്ചയിച്ച് തീരുമാനിക്കുകയാണ്. കേസിന്റെ മെറിറ്റ് നോക്കിയല്ല. അതുമാത്രമാണ് മജിസ്ട്രേറ്റ് ചെയ്തത്. ആദ്യത്തെ ജാമ്യാപേക്ഷയാണ് അയാൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തത്. ഹൈക്കോടതി അവരുടെ രീതി അനുസരിച്ച് 4-ാം ദിവസം എതിർകക്ഷിക്ക് കൂടി സർക്കാരിന് കൂടി നോട്ടീസ് കൊടുത്തിട്ട് ചൊവ്വാഴ്ച പരിഗണിക്കുന്നു. ചൊവ്വാഴ്ച ഈ കുറ്റകൃത്യത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കുറ്റം ചെയ്തെങ്കിൽ പോലും ഹൈക്കോടതിക്ക് ജാമ്യം കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ ചെയ്ത കുറ്റം ജയിലിൽ അടയ്ക്കാൻ പറ്റിയ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിയമവ്യവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു ചിലർ എന്തുകൊണ്ട് ജയിലിലാവുന്നില്ല എന്ന് ചോദിക്കേണ്ടത് സർക്കാരിനോടാണ്, പോലീസിനോടാണ്. ഇയാളുടെ മേൽ കുറ്റം ചുമത്തി, ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തിന് തെളിവുണ്ട്. വെറുമൊരു കുന്തി ദേവി പ്രയോഗം മാത്രമല്ല, നിരന്തരമായ തുടർച്ചയായ അധിക്ഷേപമാണ്. ഹണി റോസിന്റെ കാര്യം മാത്രം എടുത്തു നോക്കുക. അവരൊരു സ്ത്രീയാണ്, അവരൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അവർ അല്പവസ്ത്രധാരിയാണ് എന്നൊക്കെ ആളുകൾ പറയുന്നു. സദാചാരത്തിന് നിരക്കാത്ത, എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ശരീരത്തിന് ചേരുന്ന വസ്ത്രമാണ് അവർ ധരിക്കുക. ഓരോ വ്യക്തിയും അവനവൻ്റെ ശരീരത്തിന് ചേരുന്ന വസ്ത്രം ധരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലർക്ക് ചുരിദാറായിരിക്കും നല്ലത്, ചിലർക്ക് ജീൻസ് ആയിരിക്കും നല്ലത്, ചിലർക്ക് ഇൻസേർട്ട് ഇട്ടിരിക്കുന്ന ഷർട്ടായിരിക്കും നല്ലത്, ചിലർക്ക് ഒറ്റപ്പാവാടയായിരിക്കും നല്ലത്.
ചിലർക്ക് സാരി ആയിരിക്കുന്നത് അവരുടെ ശരീരത്തിന് ചേരുന്നത്, അവരുടെ നൈതികമായ ശരീരഭംഗിക്ക് ആകാരവടിവിന് ചേരുന്ന വസ്ത്രം അവർ ധരിക്കുന്നു. അതിൽ എന്താണ് തെറ്റ്? അതിൻ്റെ പേരിൽ അവരെ അപമാനിക്കുക, അവർ മോശം സ്ത്രീയാണ് എന്ന അന്തരീക്ഷം ഉണ്ടാക്കുക, അത് തുടർച്ചയായി ഒരു തമാശ പറയുന്നത് പോലെയല്ല, തുടർച്ചയായി അവരെ പിന്തുടർന്ന് നടന്ന് വേട്ടയാടുക എന്നത് ഗൗരവമേറിയ കുറ്റകൃത്യം തന്നെയാണ്. വാസ്തവത്തിൽ ഒരു കുഞ്ഞുകുട്ടിയോട് അയാൾ നടത്തിയ പെരുമാറ്റത്തിൻ്റെ പേരിൽ പോക്സോ കേസ് പോലും എടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കേസിന് ബോബി ചെമ്മണ്ണൂർ അർഹിക്കുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിയമ നടപടിക്ക് പോകട്ടെ. പക്ഷേ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന തട്ടിപ്പുകൾ പുറത്തു വരേണ്ടതുണ്ട്. ആ തട്ടിപ്പുകളിൽ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്.